കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് പിണറായി പഞ്ചായത്തിലെ ഉമ്മൻചിറ എന്ന സ്ഥലത്താണ്. ഞങ്ങളൊരു കലാകാരനെ തേടിയാണ് ഇവിടെ എത്തിയത്. ബക്കർ തോട്ടുമ്മൽ. നൂറ്റാണ്ട് കാലമായി മാപ്പിളപ്പാട്ട് രംഗത്ത് സജീവമാണ് അദ്ദേഹം. നമുക്കറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി എരഞ്ഞോളി മൂസ, അതുപോലെ കണ്ണൂർ സലീം, YMA ഖാലിദ് തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം ദീർഘകാലം, അതിൽ 4 പതിറ്റാണ്ടോളം എരഞ്ഞോളി മൂസയോടൊപ്പം ആയിരക്കണക്കിന് വേദികളിൽ മാപ്പിളപ്പാട്ട് ആലപിച്ച ആളാണ് ബക്കർ തോട്ടുമ്മൽ. അദ്ദേഹത്തിന് 67 വയസ്സാണ്. പക്ഷേ ഇപ്പോഴും ഫാഷൻ ഷോകളിൽ അദ്ദേഹം സജീവമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രധാനപ്പെട്ട വേദികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാം. പരസ്യ ചിത്രങ്ങളിലും അദ്ദേഹം ഇന്ന് സജീവമായി നിൽക്കുന്നു. ഒപ്പം സിനിമയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നൂറ്റാണ്ട് കാലം കലാരംഗത്ത് സജീവമായ ബക്കർ തോട്ടുമ്മൽ എങ്ങനെ രൂപപ്പെടുന്നു? അദ്ദേഹത്തിൻ്റെ ബാല്യം എന്താണ്? 4 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് കലാകാരൻ എരഞ്ഞോളി മൂസയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അങ്ങനെ നമുക്ക് അതിലൂടെ എല്ലാം ഒന്ന് കടന്നു പോകണം. പ്രേക്ഷകർക്കും ഒപ്പം ബക്കർ തോട്ടുമ്മലിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബക്കർ, ഞങ്ങൾ ഈ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിലുള്ള മനുഷ്യരെ തേടിയുള്ള യാത്രയാണ്. അങ്ങനെയാണ് താങ്കളുടെ അടുത്ത് എത്തുന്നത്. താങ്കൾ ശരിക്കും ജനിച്ചത് എവിടെയാണ്? ഞാൻ ജനിച്ചത് ഇവിടെ കാപ്പുമ്മൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാപ്പുമ്മൽ. ഉപ്പ ഇവിടെയാണ്. ഉപ്പാന്റെ പേരെന്താ? ഇബ്രാഹിം. ഉമ്മ? അലീമ. എത്ര മക്കളായിരുന്നു നിങ്ങൾ? നമ്മൾ 3 പേര്. എത്ര ആണും എത്ര പെണ്ണും? ഞാനൊരാണും 2 സഹോദരിമാരും. അവരൊക്കെ എന്ത് ചെയ്യുന്നു? 2 പേരും ഇല്ല, ഇപ്പം മരണപ്പെട്ടു പോയി. നിങ്ങൾ എവിടെയാ പഠനമൊക്കെ? ബാല്യകാല പഠനമൊക്കെ എവിടെയാണ്? പഠനമൊക്കെ ഇവിടെ തന്നെ. ഏതാണ് സ്കൂള്? ഇവിടെ ഉമ്മൻചിറ സ്കൂള്. പിന്നെ അത്രേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലാരംഗത്തുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റിൽ ഞാൻ ഒരു നബിദിനത്തിന് ഒരു പാട്ട് പാടി. ഏത് പാട്ടാ പാടിയത് നബിദിനത്തിന്? എത്രാം വയസ്സിലത്? അത് ഏകദേശം ഒരു 9 വയസ്സിൽ. 9 വയസ്സിൽ നബിദിനത്തിന്. ഏതാണ് പാട്ട് പാടിയത്? ഒരു 2 പേര് എനിക്ക് ഓർമ്മയില്ല. ഏതാണത്? റഹീമേ കരീമേ കരുണ ചെയ്നി മദ്രസ ത്വാലിബുകൾക്ക് ചെയ്നി. അതൊരു പാട്ട്, ഒരു അബ്ബാസ് ഉസ്താദെന്ന് എഴുതി തന്ന പാട്ട്. അപ്പം ഞാൻ അന്ന് പാട്ട് പാടിയപ്പോൾ എൻ്റെ ഒരു ബന്ധത്തിലൊരുത്തം പറയും. അപ്പം നമ്മൾ ഗ്രാമത്തിൽ ടൗണായിട്ടൊന്നും ബന്ധമില്ല. അപ്പം പറഞ്ഞ് ഇങ്ങനെ വായിക്കുന്ന ഒരു മ്യൂസിക് ഉപകരണമുണ്ട്, മ്യൂസിക് സാധനമുണ്ട്, അത് പഠിച്ച എല്ലാ പാട്ടും പാടാൻ കഴിയും. ഞാൻ അന്ന് മുതലേ അത് അന്വേഷിക്കാൻ നടന്നത്. എനിക്ക് ഇതുവരെ അത് കാണാൻ കഴിയില്ല. പിന്നെ കുറച്ച് വലുതായപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവാണ്. കാരണം ചെറുതിലെ പ്രാരബ്ധം കൂടിയുണ്ട്. അങ്ങനെയാണ്. ചെറുതിലുള്ള പ്രാരബ്ധങ്ങൾ എന്തായിരുന്നു? പ്രാരബ്ധങ്ങൾ വീട്ടില് അവസ്ഥ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ജോലി? ഉപ്പാക്ക് മറ്റേ പിന്നെ ഒരു ഹോട്ടൽ പണിയല്ലായിരുന്നു ആദ്യം. പിന്നെ വീടിന്റെ ഉത്തരവാദിത്വം ചെറുപ്പത്തിലുണ്ട്, അതുകൊണ്ട് പഠനമൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ അതുകൂടെ അതെന്ന് വെച്ചാല് നമ്മളെ 71 ഒരു കലാപം ഉണ്ടായല്ലോ. അന്നേരം എനിക്ക് 11 വയസ്സാണ്. ആ സമയത്ത് ഞാൻ ഇവിടെയെല്ലാം ചില വീടുകളിലെല്ലാം പിന്നെ മണ്ണ് കൊണ്ടിട്ടുണ്ടായി. അതിന് 25 വയസ്സ് കിട്ടും ഉച്ച വരെ. 71 കലാപകാലത്ത്. അപ്പം വീടുകളിലിങ്ങനെ പൊളിഞ്ഞുകൊണ്ട് അവിടെ എവിടെയെല്ലാം വീടിന് കുറെ തകർക്കപ്പെട്ടപ്പോ അപ്പം അവിടെ വീട് പുനർനിർമ്മിക്കുന്ന സമയത്ത് അവിടെ പണിയെടുക്കാൻ അപ്പൊ ആള് വേണം. ആ കലാപം നേരിട്ട് കണ്ട ഓർമ്മയുണ്ടോ? എന്താണ് ആ കലാപത്തിന്റെ ടൈമിന് ഞാൻ അന്ന് ജോലിക്ക് വരും. എന്താണെന്ന് വെച്ചാൽ ഐസ് മിഠായി വെക്കാൻ കലാപത്തിലാണ്. കലാപം നടക്കുമ്പോ അത് കണ്ട കാഴ്ച, കലാപകാലത്ത് കണ്ട കാഴ്ച എന്തൊക്കെയാണ്? കാഴ്ച എന്ന് വെച്ചാല് ഞാൻ ഇവിടെ എന്നോട് വൈകുന്ന ഒരു പെണ്ണുങ്ങൾ പറയും, മോനെ അങ്ങോട്ടൊന്നും പോകണ്ട, എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്താ പറയുക, ഞാനിവിടെ വരുമ്പോൾ തന്നെ ഫസ്റ്റിൽ പള്ളിക്ക് പിന്നെ ബോംബെറിയിൽ എന്തോ ഒച്ച 11 വയസ്സില്ല, എനിക്ക് അത്രയല്ലോ. അപ്പം ഞാൻ ഓടി വന്നിട്ട് എൻ്റെ ഉപ്പ എന്നോട് ഞാൻ പറഞ്ഞു അവിടെ അതൊരു കുലുമാലിൻ്റെ ആൾ വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് എല്ലാം പൊട്ടുന്നത്. അപ്പം ഞങ്ങളെല്ലാം കൂടി ഇതിൻ്റെ ബാക്കിൽ ഒരു പള്ളിക്കാടുണ്ട്, ഖബർസ്ഥാനെയാണ്. നമ്മൾ പിന്നെ എല്ലാവരും നമ്മളെ വീടുന്നല്ല, എല്ലാ ആൾക്കാരും, അത് തലേ ദിവസം പ്രസവിച്ച് പെണ്ണുങ്ങൾ, ഗർഭിണി അയക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും ഒരു വലിയൊരു കുണ്ട്, വെള്ളം പോയിട്ടില്ല അങ്ങനെ വരുന്നത്, ആ വെള്ളത്തിൻ്റെ കുണ്ടിലാണ് നമ്മളെല്ലാവരും താമസിച്ചത്. ഖബർസ്ഥാനിൽ രാത്രി ഒരു 6-7 മണി വരെ. അപ്പം എനിക്ക് എന്നും എൻ്റെ ഓർമ്മയിൽ ഏറ്റവും എനിക്കൊരു തങ്ങിക്കുന്ന ഒരു സംഗതി, നമ്മൾ ആ ഖബർസ്ഥാനിൻ്റെ കുറച്ചപ്പുറം ഒരു പറമ്പിൽ ഒരു ആണ്ടിയാട്ടനുണ്ടായിരുന്നു. ആണ്ടിയാട്ടനും ദാമോട്ടനും മകലിൽ നിന്ന് ഏസിയ. പിന്നെ
അപ്പോൾ ഈ ആണ്ടിയാട്ടിൻ്റെ മകൻ ദാമോട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് അന്നേരം ഇവിടെ നമ്മളെ പിന്നെ ഗ്രാമാണല്ലോ ഉമ്മിച്ചന്മാരെ മുസ്ലിം പെണ്ണുങ്ങൾ വിളിക്കും ഉമ്മിച്ചന്മാരെ മാപ്പിളാരെന്ന് വിളിക്കുക. അപ്പം ഈ ദാമോട്ടൻ ഇങ്ങനെ അവിടുന്ന് ഈ കാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് നടക്കും, ഉമ്മിച്ചന്മാരെ നിങ്ങൾ ഇടയില്ലേ, നിങ്ങൾ ഇടയില്ലേ. അപ്പം നമ്മൾ ചെറിയ അപ്പോൾ കരയുന്ന കുട്ടികളെ വായി വരെ പൊത്തിയിട്ടില്ല. കാരണം വെച്ചാൽ അവർ അത് നമ്മളെ ആക്രമിക്കുന്നില്ല, ഇത് പേടിയുണ്ട്. അപ്പം പിന്നെ എൻ്റെ ഉപ്പ പറയുമ്പോൾ എന്താ ദാമോ അപ്പാട് പറയും, ഇബ്രാഹിം മാപ്പിളെ നിങ്ങൾ ഇവിടെ നിൽക്കരുത്, കാടാന്ന് പാമ്പെല്ലാം ഉണ്ടാവും ചെറിയ മക്കളുടെ, എൻ്റെ വീട്ടിലേക്ക് വേണം. അതാണെന്ന് എന്താ വെച്ചാൽ ആ മനുഷ്യന്മാരൊന്നും ആരും ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എൻ്റെ ചെറിയ ഓർമ്മയില്ലാതെ പറയാം, ഒരു 11 വയസ്സിലെ കുട്ടിയാണല്ലോ ആണ്ടിയേട്ടന്റെ മകൻ. ആണ്ടിയേട്ടൻ്റെ മകൻ, ആണ്ടിയേട്ടനുണ്ട്, മകനും കൂടിയാണ് ഈ ദാമോട്ടനാന്ന് നമ്മളവിടെ വരുന്നത്. എന്നിട്ട് ഞങ്ങളെല്ലാം അപ്പം അന്നേരം ഇവിടെ ഈ ചുറ്റുപാടെല്ലാം ഈ ഓലമേഞ്ഞ ചെറിയ വീടുകളാണ്. പിന്നെ ദാമോട്ടൻ്റെ വീടും ഇതേപോലെ തന്നെ ഒരു ഓലമേഞ്ഞ വീടാണ്. അങ്ങനെ നല്ല നിലാവിൻ്റെ ഒരു രാത്രിയാണ്, എനിക്ക് നല്ല അത് ഓർമ്മ. ഈ ദാമോട്ടൻ അപ്പോൾ പിന്നെ വീട് കെട്ടാൻ വെച്ച ഓല ഉണ്ടല്ലോ, മടഞ്ഞ ഓല, അത് ഫുള്ളായിട്ട് നിരത്തി ഇട്ടിട്ട് ഈ ആണ്ടിയാണ്ടും ദാമോട്ടനും നമ്മളെല്ലാവരും അതിൽ കിടക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കാവലുണ്ട്. നമ്മൾ അവർ രണ്ടുപേരും വീട്ടുകാർ. എന്നിട്ട് അവർ കഞ്ഞി വെച്ചിട്ടെല്ലാം തന്നിട്ടാണ് നമ്മൾ നേരം പിടിപ്പിച്ചത്. അത് മറക്കാൻ പറ്റൂല. ഈ ദാമോട്ടനും ആണ്ടിയാണ്ടും മരണപ്പെട്ടു പോയി. പക്ഷെ അവരുടെ മകനുണ്ട് ഇപ്പം നമുക്ക് പേരെനിക്കറിയില്ല. അപ്പം അത് വല്ലാത്തൊരു അനുഭവം തോന്നി. ഈ കലാപമൊക്കെ കണ്ടപ്പോൾ മനസ്സിനുണ്ടായ ഒരു ഓർമ്മ എന്താണ്? മനസ്സിലുണ്ടായത് എന്തായാലും സംഭവം അറിയില്ല. ഇല്ല, നമ്മളൊന്നും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ നേരം വെളുത്ത് പോയി നോക്കുമ്പോഴാണ് കാണുന്നത് നമ്മളവിടെ പിന്നെ ഇവിടെ കുറച്ചപ്പുറം നമ്മൾ സ്കൂളിൽ മുമ്പിൽ കുറേ തെങ്ങിൻ്റെ മുകളിലൊക്കെ സകലം മുറിച്ചിട്ടിന്. പിന്നെ ഇതിന് നേരെ മുമ്പിൽ ചെറിയൊരു വീടുണ്ടായിരുന്നു. അവർക്ക് ഈ ആട്ടിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ്. അപ്പം ആ ചെറിയ ഓലമേഞ്ഞ വീടാണല്ലോ. ഇവരെന്താ ഇതിന് ആളിന് പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ കുറുക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ഫുള്ള് കെട്ടിയിട്ട് പോയി ആ വീട് കത്തിച്ചു. അപ്പം അന്ന് എൻ്റെ ഉപ്പ ഈ പറമ്പിലുണ്ടതാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞ ആട്ടിൽ നിലവിളി സഹിക്കാൻ കഴിയില്ല. ഈ കത്തുന്ന സമയത്ത് ഓലമേഞ്ഞ വീടില്ല, വേഗം കത്തിപ്പോകല്ലോ. പക്ഷേ എൻ്റെ വീടൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ ഒരാളെ നല്ലതിനും വടക്കിനും ഒന്നും പോകില്ല. ഇവിടെ ആരും നല്ലതിനും വടക്കിനും പോയതുകൊണ്ടൊന്നുമല്ല സംഭവിച്ചത്. ഉപ്പ എല്ലാവരോടും അങ്ങനെ. പക്ഷേ എൻ്റെ വീട്ടിൽ അന്നേരം റോഡില്ല, വീടിൻ്റെ കോണി ഇടിച്ചിട്ടാണ്. പക്ഷേ പിറ്റേന്ന് പോലെ അധികം ആളും എൻ്റെ ഉപ്പാൻ്റെ കുടുംബക്കാർ അധികമാണ് എൻ്റെ വീട്ടിലുണ്ടായത്, ഇവിടെ ഉണ്ടായതിന്. അപ്പോൾ അതൊരു വല്ലാതൊരു അനുഭവം. പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലെ കുഴിയിൽ കിടന്ന മണിക്കൂറുകളാണ് ജീവിതത്തിൽ വല്ലാതെ. അതിപ്പോഴും ഞാൻ ആ ഖബർസ്ഥാനിൽ മയ്യത്തും കൊണ്ട് പോകുമ്പോൾ മറ്റുള്ള ചെറിയ നമ്മളെ കാലത്ത് പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട്, ഇപ്പം ജനിച്ച കുട്ടി, ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും നമ്മളൊക്കെ അന്ന് ഇവിടെ ഈ സ്ഥലത്താണ്. എത്ര പേരുണ്ടായിരുന്നു കുഴിയിൽ അന്ന് പറയാൻ പറ്റില്ല. അതായത് ഇവിടെ പിന്നെ ആണുങ്ങൾ വളരെ കുറവാണ്, എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പെണ്ണുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, പെണ്ണുങ്ങളും ചെറിയ കുഞ്ഞുങ്ങളും പ്രായമുള്ള ആൾക്കാരും ഇല്ല. അതാണ് ജീവിതത്തിൽ ഒരു വല്ലാത്ത അത് ബലപ്പെടുത്തുന്ന ഓർമ്മ. ആ ഇത് കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നെ ആടെല്ലാം കത്തിയതല്ല, ആ വീട്ടിലെല്ലാം ഞാൻ മണ്ണ് കൊണ്ടുപോയിട്ട് 25 പൈസ. അതാണ് ബാല്യകാലത്തെ ജോലി. 25 പൈസക്ക് മണ്ണ് ചുമന്ന് കലാപത്തിൽ തകർന്നു പോയ വീടുകളുടെ പുനർനിർമ്മാണത്തിന് മണ്ണ് എത്തിച്ചു കൊടുക്കുന്ന തൊഴിൽ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ കൊടക് പോയിട്ട് വർഷാപ്പ് പണിയെടുത്ത്. ആ വർഷാപ്പ് പണിയെടുത്ത് പണി പഠിക്കാൻ ഒന്നും കിട്ടില്ല. പിന്നെ അവിടെ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് സ്പെയർ പാർട്സ് കടയിൽ പണിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അതിലും മുമ്പ് ഞാൻ പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ബോംബെയിൽ പോയി. അങ്ങനെയെല്ലാം പിന്നെ കുറേ. എപ്പോഴാണ് ഒരു നിങ്ങളിലെ ഒരു ഗായകൻ ഒരു ഗായകനുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് അത് പറയാൻ കാരണം തേടി വരും കണ്ണുകളിലോടി ആ പാട്ട് റേഡിയോയിൽ വന്നപ്പോൾ ഞാൻ അന്നേരം നമ്മൾക്ക് വീട്ടിൽ തണയലുണ്ടാവും. ആ തണയൻ്റെ മുകളിൽ കിടന്നിട്ട് ഞാനും റേഡിയോയിൽ വന്നപ്പോൾ ഞാൻ എന്നാൽ ഈ നാട്ടിൽ ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല, ബാറ്ററിയിലുള്ള റേഡിയോ. അത് പാടുന്നുണ്ടപ്പോൾ ഞാനും കൂടെ പാടി. അപ്പോൾ എൻ്റെ ഉപ്പാക്കൊന്നും പാട്ടും തീരെ ഇഷ്ടമല്ല. അന്നേരം എന്താ വെച്ചാൽ അവർ പറഞ്ഞപ്പോഴേ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഇന്നും എനിക്കെൻ്റെ നാട്ടിൽ നിന്ന് ഒരു പ്രോത്സാഹനം കിട്ടിയില്ല വേറെ. പിന്നെ ഞാൻ പാട്ടുകാരനായിട്ട് അങ്ങനെ പിന്നെ ആ പാട്ട് പാടി ഉപ്പാൻ അടിച്ചു വന്നിട്ട് ആ പാട്ട് പാടിയോണ്ടല്ലേ പാട്ട് പാടിയതുകൊണ്ട് അതാ ഞാൻ. പക്ഷെ ഉപ്പ നല്ലോണം സബീന പാട്ടൊക്കെ പാടും, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ സബീന പാട്ട് ഏതാ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുള്ള പാട്ട് ഏതാണ്? ഞാനൊന്നും പഠിച്ചില്ല, ഇപ്പൊ പാടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ തണ്ടമുള്ളിൽ അപ്പം കരഞ്ഞ് കരഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി കിടക്കാൻ പറഞ്ഞു. കിടക്കാൻ രാത്രിയാണല്ലോ. നമുക്ക് ആ കരഞ്ഞ ദേഷ്യത്തിന് ഉപ്പ വാല് കൂട്ടി കളഞ്ഞു.
അപ്പം ഞാൻ പിന്നെ കറണ്ടൊന്നുമില്ല, ഒരു ചിമ്മിണി കത്തിച്ചിരിക്കുന്നില്ലേ, പേടിച്ച് നില പിടിച്ച പടത്തിട്ട് പിന്നെ കയറി പോകും. അതിനുശേഷം ഞാൻ ഏതായിരുന്നു ആ പാട്ട് എന്ന് പറഞ്ഞ്? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി പാട്ട്. ആ പാട്ട് പാടുമ്പോൾ വെറുതെ മൂടി ആൾക്കറിയില്ല നേരം. അങ്ങനെ പിന്നെ ഞാനൊരു പ്രാവശ്യം പിന്നെ സ്കൂൾ വന്ന് വിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് കളിക്കാനുള്ള സമയം എനിക്ക്. അത് 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിക്കോണം. അപ്പം അന്നേരം നമ്മൾ ഇവിടെ ഈ ചെറിയ പാലമൊന്നും ഉണ്ടായിട്ടില്ല, മരത്തിൻ്റെ പാലാണ്. അപ്പം തോട്ടുമ്മൽ എന്ന് പറയുന്നത് അവിടെ ഈ ഇലക്ഷൻ ടൈമാണ്. അപ്പോൾ പിന്നെ ഈ ട്യൂണിലെ പാട്ടും പാടിയിട്ട് ഏതൊരു വണ്ടി വന്നവിടെ. അന്നേരം വണ്ടികളിൽ ഇലക്ഷനിൽ പാട്ടുണ്ടാവുമല്ലോ. ആ പാട്ട് വന്നിട്ട് പിന്നെ പാടിപ്പോൾ ഞാൻ കളിക്കുന്ന ഓടിപ്പോയി. അന്നേരം ട്രൗസറിട്ട് നമുക്ക് അത്രയും പ്രായമായിട്ടും ഒരു 9 വയസ്സിൻ്റെ സമയത്താണ്. അങ്ങനെ ഓടി ഈ വണ്ടീൻ്റെ പിന്നാലെ ഞാൻ പുറകെ ഓടിയിട്ട് ഇവിടെ ലാസ്റ്റ് ഞാൻ എത്തുന്നതിൽ പിണറായി പാറപ്പുറത്ത് അവിടം വരെ ഓടി വണ്ടിൻ്റെ പിന്നാലെ. പാട്ടിന് ഇഷ്ടം കൊണ്ട് വണ്ടി നിർത്തുന്ന ആൾക്കാർക്ക് വേണ്ടി പിന്നെ വണ്ടി പോകും, പിന്നാലെ ഓടും വണ്ടി. പിന്നെ ഇലക്ഷൻ്റെ പാട്ട് അവിടെ പതുക്കിയാൽ പോകുന്നില്ല. അപ്പം വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 6 മണിക്കേക്ക് വീട്ടിലെത്തണം. അങ്ങനെ ഞാൻ പാറപ്പുറം എത്തുമ്പോൾ നല്ല ഇരുടായി. പിന്നെ എനിക്ക് വരേണ്ട വഴിയൊന്നും അറിയില്ല. എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇവിടെ പീടികൾക്ക് പോകും, അങ്ങനെ ഒരാൾ പറഞ്ഞറിയാം. എത്ര വയസ്സാണ്? 8 വയസ്സ് 9 വയസ്സ്. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാം ടെൻഷനായി. ഉമ്മ എല്ലാം കൂടി പിന്നെ എല്ലാവരും പോയി. അപ്പം ഉപ്പാനെ അടിക്കലില്ല, ഉപ്പാനെ ഭയങ്കര പേടിയാനൊക്കെ. ഉമ്മ അടിക്കും കുരുത്തക്കേട് വെച്ചാൽ. അപ്പോൾ പിന്നെ ഉമ്മ കുട്ടിയോട് ചിലപ്പം കുട്ടികൾ പറഞ്ഞിങ്ങനെ അവനൊരു വണ്ടിയിൽ പാട്ട് പാടുന്നത് അതിൻ്റെ പിന്നാലെ ഓടുന്നാണ്. അപ്പോൾ ഉമ്മാക്ക് തോന്നി ഇതിൻ്റെ പിന്നാലെ പാട്ടിനോട് ഭയങ്കര താല്പര്യം ഉമ്മാക്ക് അറിയാതെ. അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ കരഞ്ഞ്. എനിക്ക് വരേണ്ട വഴിയില്ല, പറന്ന് വരേണ്ട ഇരുടല്ലേ, തിരിച്ചു വരാനുള്ള വഴി അറിയില്ല. വഴി അറിഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയല്ലോ. കരഞ്ഞ ആൾക്കാരുടെ കൂടി എന്താ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉമ്മൻചിറാന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ നീ ഇവിടെ എങ്ങനെ എത്തിയത്? ഞാൻ പറഞ്ഞു പാട്ടിൻ്റെ വണ്ടിയിൽ ഓടിപ്പിന്നാലെ വന്നാൽ. അപ്പോൾ അവിടെ ആൾക്കാരെ കൂടി. അപ്പോൾ ഇതൊക്കെ അന്നേരം ഓട്ടോ ഒന്നുമില്ല, ഓട്ടോ വളരെ കുറവാണ്. അപ്പോൾ ഒരു സൈക്കിളും കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഞാൻ പിണറായിലേക്കാണ് പോകുന്നത്, ഞാനവിടെ ഇറക്കി കൊടുക്കാം. അങ്ങനെ പിണറായി ഇറക്കി ആർക്കിക്കൊണ്ട് വരണ വിചാരില്ല. പിണറായി വരെ എത്തി. പിണറായി എത്തി. പിണറായി എത്തി. ആടുന്ന് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ ആടുന്ന ആൾക്കാർ ഇവിടെ എന്താ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഉമ്മൻ ചെറുക്ക് പോകണം വഴി അറിയില്ല. അപ്പോൾ അതൊക്കെ പേടി മുഴുവൻ ഇവിടെ എത്തിക്കാൻ അടി കിട്ടുന്നില്ല, ആരും പേടിയാ. അങ്ങനെ ആടുന്ന ആൾക്കാരോട് ഇനി ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് അയാൾ കുറേ നല്ല മനുഷ്യകളെ കൊണ്ടായിരുന്നു. ഉമ്മ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കയ്യിലും കെട്ടി. നീ എവിടെയാടാ പോയത്? ഞാനിപ്പോഴും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉമ്മക്കാരനെ പിടിച്ചാൽ കിട്ടാൻ ഓടിക്കളയും ചോദിച്ചു. പാട്ടിൻ്റെ വണ്ടിയുടെ പിന്നാലെ 15 പാകുന്ന അയാൾ കാലം നോക്കിയാലും മണ്ണെല്ലായിട്ട് നടന്നില്ല. അങ്ങനെ മുസ്ലിം എങ്ങനെ വണ്ടി പിന്നെ പൊടി പറയാം, റോഡ് താറിയ റോഡൊന്നുമല്ല, മൺപാതയാണല്ലോ. അങ്ങനെ കൂട്ടി വന്ന് പിടിച്ച് തൂണ്ടുകൊണ്ട് കെട്ടി മുളക് കതിന് മുളക് കയറി. അപ്പോൾ പിന്നെ ഉമ്മേനെ അതെല്ലാം കഴുകിയെല്ലാം പ്രത്യേകം കുറേ മോനെ അങ്ങനെ പോയത് ഇങ്ങനെ പോയത്. എന്നിട്ട് നമുക്ക് എന്നിട്ട് പറഞ്ഞ് എന്താ വെച്ചാൽ നീ ഒരു മോനെ നമ്മൾക്കില്ലു, പിന്നെ എനിക്കത് പറ്റിക്കുക, അതുകൊണ്ട് ടെൻഷൻ കൊണ്ട് അങ്ങനെ പറഞ്ഞ കുറേ സമാധാനിപ്പിച്ചു. പിന്നെ എനിക്കിങ്ങനെ ഈ പാട്ട് പഠിക്കണം വലിയൊരു ആഗ്രഹം. അങ്ങനെ ഇവിടെ നമ്മളിവിടെ ഒരു പിന്നെ ഗായക സംഘം ഉണ്ടായി, കൈകൊട്ടിപ്പാട്ട്, ബദരിയ മുസ്ലിം ഗായക സംഘം. ഞാൻ അവിടെ പോയി. അങ്ങനെ ഈ ബദർ ഗ്രൂപ്പിൽ ചേർന്നു. അങ്ങനെ അല്ല, ഞാൻ ഈ കൈകൊട്ടിപ്പാട്ടിൻ്റെ തലശ്ശേരി ഇവിടെ ഉമ്മൻചിറ ഒരു കൈകൊട്ടിപ്പാട്ട് സംഘം ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പോയിട്ട് ഞാൻ എനിക്കും പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു എൻ്റെ പാട്ട് ശബ്ദം ടെസ്റ്റ് ചെയ്യണോ പറഞ്ഞു. അപ്പോൾ ഞാൻ പാടി പറയും എൻ്റെ ശബ്ദം ശരിയില്ല എന്ന് പുറത്തേക്കാം. ഞാനും എൻ്റെ ഒരു പെങ്ങളെ മകനും വന്ന് പോയത്, താഹിർ എന്ന് പറഞ്ഞു. പക്ഷെ അവന് എടുത്ത് എന്നെ എടുത്തില്ല. അതെനിക്ക് ഭയങ്കര ബദർ പാട്ടായിരുന്നോ? ബദർ പാട്ടുകളാണോ? പണ്ടത്തെ കൈകൊട്ടിപ്പാട്ട്. അതായത് ഇവിടെ ഓർക്കസ്ട്രൊന്നുമില്ല. പക്ഷെ എനിക്കതൊരു ഭയങ്കര ഇതായി, സംഗീതം പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായി. പിന്നെ ഞാൻ പറഞ്ഞേ ഗിറ്റാർ നോക്കിയിട്ടാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ ഹോട്ടൽ പണിക്ക് പോയ സമയം അവിടെ ഒരാൾ ഗിറ്റാർ കൊണ്ടുവന്നു ചായ പിടിക്കാൻ പോയി. അപ്പോൾ അതെനിക്ക് തോന്നി അതായിരിക്കും മ്യൂസിക് സാധനം. അപ്പോൾ ഞാൻ അയാളോട് സംസാരിക്കുമ്പോൾ പോകുന്ന വരപ്പോൾ പോയി ഞാൻ അവർ പുറത്തേക്ക് കൂടി ഇയാൾ പോകുമ്പോൾ ഇയാളെ പിന്നാലെ ഓടി. അപ്പോൾ ഒന്ന് തുറന്നു, കോലാറെന്ന് പറയുന്നത് ബാംഗ്ലൂർ കോലാർ, കർണാടകയിൽ ഹോട്ടൽ പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് തുറന്ന് കാണിച്ചു തരുമോ? അപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു 15 വയസ്സെങ്ങനെ 14 വയസ്സുണ്ടായിരുന്നു. പിന്നെ അപ്പം കാണിച്ചു തരാറ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു ഇത് കാണാൻ എന്തിൻ്റെ പേര്? ഞാൻ പറയും ഗിറ്റാറാണ്. അപ്പം എനിക്ക് പറയും ഇല്ലാതെ ഗിറ്റാർ. ഞാൻ പറഞ്ഞു എന്തെന്ന്?
മുട്ടിയിട്ട് കാണിച്ചു തരുമോ, എനിക്കറിയില്ല എന്താ വായിക്കാൻ മുട്ടലാണ്. എന്ന് പറയും മുട്ടലല്ലേ ഇത്, അവർ കർണാടകക്കാരനാണ്, പക്ഷെ എനിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കലാണ്. വായിക്കുമ്പോൾ ഒന്നാകുമ്പോൾ തൊട്ടോട്ടെ സ്ട്രിങ്ങൊന്നും തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ടോണെല്ലാം വന്നു. അപ്പം അന്ന് മുതലേ എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്നില്ല ആൾക്കാർ. അങ്ങനെ ഞാൻ തലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്, എനിക്ക് മറക്കാൻ പറ്റാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്, ബാലൻ മാഷ് എൻ്റെ എന്താ പറയണ്ടത്, ആ ഗുരുനാഥനെ എനിക്ക് മറക്കാം, ഇപ്പം ജീവിച്ചിരിക്കില്ല. ബാലൻ മാഷ് എടുക്കാൻ ഞാൻ പോയി. മാഷെ എനിക്ക് ഗിറ്റാർ മാഷ് പറഞ്ഞ് ഇവിടെ ഗിറ്റാർ പഠിപ്പിക്കുന്നില്ല, ഹാർമോണിയം പഠിച്ചോ. ഞാൻ ഹാർമോണിയം എനിക്കിതിൽ കയറണമല്ലോ. അങ്ങനെ ഹാർമോണിയം പഠിക്കാൻ വന്നു. അപ്പോൾ ഹാർമോണിയം പഠിക്കുന്നത് കുറേ കുട്ടികളിങ്ങനെ പാടി നിൽക്കുമ്പോൾ എനിക്ക് പാടണമെന്ന് ഭയങ്കര ആകും. അപ്പോൾ ഞാൻ മാഷോട് പറയും, മാഷേ എനിക്ക് പാട്ട് പഠിക്കണം. നാളെ ഇന്ന് ഇരുന്നോ പറയാം. അങ്ങനെ മാഷ് സാന്ന് പറയുമ്പോൾ ഞാൻ പാന്ന് അറിയാം. അല്ല, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പം ബാക്കിയുള്ള കുട്ടികളുടെ ഭയങ്കര ചിരിച്ച് തന്നെ വല്ലാണ്ട് ഇറങ്ങി നടക്കും. അപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത അവിടെയുള്ള 2 കുട്ടികൾ, ഒന്ന് ശാലിനി കണ്ണൂർ മ്യൂസിക് ടീച്ചറാണ്, വത്സാട്ടിന് മുപ്പർ ഭർത്താവ് മുപ്പറും മ്യൂസിക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിച്ചാൽ. ശാലിനി ഒരു രാജലക്ഷ്മി എന്ന് പറയാം, രാജി, നമ്മളിവിടെ തലശ്ശേരി തന്നെയില്ല. ഇവർ 2 പേരും അവർ ചിരിച്ചോട്ടൊക്കെ പാട് പറയും. അങ്ങനെ നിർത്തിയിട്ട് എന്നെ പാട്ടിൽ സ്വരങ്ങൾ പറഞ്ഞു തരും. അന്നെ ഇരുത്തി അവർ ചിരിച്ചോണ്ട, അവർക്ക് വിവരയിലുണ്ടല്ലോ എനിക്ക് പാട്ട് പഠിക്കണം, നീ പഠിക്കുന്നത്. അങ്ങനെ ആ 2 കൂട്ടുകാരികളാണ് എല്ലാം ഈ പാട്ട് രംഗത്ത് തന്നെ നിലനിർത്തിയത്. ആദ്യമായി പാടിയ പാട്ട് ഏതാ? ശരി, ആദ്യമായിട്ട്. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൻ്റെ തന്നെ ഒരു പ്രോഗ്രാം എടുത്ത് ഇവിടെ സിദ്ധാപുരം, കർണാടക സ്റ്റേറ്റ്, ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അപ്പം ഞാൻ മാഷോട് പറഞ്ഞു, മാഷേ എനിക്കൊരു പാട്ട് പാടണം മാഷേ. ആടെ പാടിക്കോ, നീ പഠിച്ചോ. അപ്പം എനിക്കത് പാട്ട്, അപ്പോൾ മാഷ് പറഞ്ഞു അയ്യപ്പ ഗാനം പഠിക്കുന്നത്. അപ്പോൾ അത് പറയാം. അപ്പം അവിടെ തന്നെ പഠിക്കുന്നത് ശ്രീജയ മാഷുണ്ട്. അയാൾ മ്യൂസിക് ടീച്ചറാണ്, നല്ലൊരു മാഷാണ്. എൻ്റെ മക്കളെല്ലാം മാഷാണ്. ശ്രീജയ മാഷ് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തരാം. എന്തായാലും ഞാനും അവനുമായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമാണ് ശ്രീജയനാണ്. അങ്ങനെ അവനും എനിക്കൊരു ആ പാട്ട് പഠിപ്പിച്ചത്. ഏതാണെന്ന് വെച്ചാൽ, സുപ്രഭാതം പൊട്ടിവിടേരും സുഖസന്ധായകഗിരിയിൽ നിത്യ തുഷാര വിഭൂതി അണിഞ്ഞു സുഖസുന്ദരഗിരിയിൽ ശബരിഗിരിയിൽ സുപ്രഭാതം പൊട്ടിവിടേരും സുഖസന്ധായകഗിരിയിൽ. എൻ്റെ സിദ്ധാപുരത്തെ വേദിയിലാണ് ആദ്യത്തെ പാട്ട്. 1975 ലാസ്റ്റ്. 75 സിദ്ധാപുരം. അന്ന് ഈ സിദ്ധാപുരത്തേക്കൊക്കെ എങ്ങനെയാ പോക്കല്ല? വണ്ടിയിലും പിന്നെ ബാൻഡ് നമ്മൾ ടീമായിട്ട് മലയാളി പരിപാടിയായിരുന്നു, മലയാളികളുടെ പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ കർണാടകത്തിൽ ആ സമയത്ത്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കലാരംഗത്ത് സജീവമായ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കർണാടകത്തിലെ പരിപാടി. ഏതൊക്കെ സ്ഥലത്ത്? കർണാടകത്തിലെ വീരാജപേട്ട, പിന്നെ സൊണ്ടിയുപ്പയിലെല്ലാം സ്ഥിരം, ഗോണികുപ്പ, പിന്നെ മടിക്കേരി. എവിടെയൊക്കെയാണ് പരിപാടികൾ അവതരിപ്പിച്ചിരുന്നത്? ഏതൊക്കെ വേദികളാണ്? എങ്ങനെയുള്ള വേദികളായിരുന്നു? എല്ലാം അമ്പലപരിപാടിക്കാണ് കൂടുതൽ. വേറെ ഏതൊക്കെ പാട്ടാണ് കൂടുതൽ പാടി? അല്ല, അന്നേരമല്ല ഞാൻ പറഞ്ഞു ഗിറ്റാർ വായിക്കും. പിന്നെ ചില അമ്പലങ്ങളിൽ മുസ്ലിം പാട്ട് പാടണം നിർബന്ധിക്കും. എന്നാലും ഈ സംസ്കൃതം വരും. അത് പിന്നെ എല്ലാവിടെയും ഞാൻ കുറേ അമ്പലങ്ങൾ പാടിയിട്ടുണ്ട് സംസ്കൃതം. കാരണം വീരാജിപ്പേട്ട ഒരു മുത്തപ്പ ക്ഷേത്രമുണ്ട്. അവിടെ വീരാജിപ്പേട്ട ഞാൻ ചെറുതിലുണ്ടായിരുന്നു. കാരണം എൻ്റെ പെങ്ങളെവിടെയായി, മൂത്ത പെങ്ങളെവിടെയുണ്ട്. മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അപ്പം ഞാനവിടെ പ്രോഗ്രാം നടത്തുമ്പോൾ പിന്നെ എൻ്റെ സ്വന്തം പരിപാടിയാണ്. അപ്പോൾ ഒരു ജീവൻ എന്ന് പറയുന്ന അവൻ്റെ ഒരു മരമല്ല, അയാൾ മരണപ്പെട്ടു പോയി. അയാൾ പറഞ്ഞു, എടാ ബക്കറ, നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ ഇവിടെ ഒരു 3-4 മാപ്പിളപ്പാട്ട് വേണോ? ഞാൻ പറഞ്ഞു, എന്തിനാ 3-4 മാപ്പിളപ്പാട്ട് തെങ്ങിനിടാനാ? ഇത് അമ്പലല്ലേ? എന്ന് പറയണ, നീ കളിച്ച മുറ്റല്ലേ ഇത്, എനിക്ക് പാടുന്നത് എന്താ? എന്താ വെച്ചാൽ ഇവിടെ കുറേ മുസ്ലിംസുകൾ കേൾക്കാൻ വരുമോ? അങ്ങനെ പാടി 2-3 പാട്ട് പാടിയായിരുന്നു. ഏതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ട് ഏതായിരുന്നു? ഇതില്ല, ഒന്ന് സുപ്രഭാതവും, അല്ല മറ്റേ സംസ്കൃതം വരി. പിന്നെ അന്നേരം ഒരു ഹിറ്റായിട്ടുള്ളൊരു പാട്ടല്ല, മറ്റേ മിണ്ടൂല്ല ഞാൻ അത് ഓർമ്മയുണ്ട്. ഇപ്പൊ പാടാൻ പറ്റുമോ? 4 വരി എത്ര ഓർമ്മയില്ല. ഏതാ ഓർമ്മയുള്ളത്? ഏറ്റവും ഹിറ്റായിട്ടുള്ള സംസ്കൃതം 4 വരി പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സംഗൃതപ്പമഗരി തങ്കത്തുങ്കത്തതിങ്കിളതിമൃത തിമികിടമേളം തകതം തരി സരിഗമ തക്കിളഞ്ചങ്കിങ്കിണ ദിന്തിമി താളങ്കൃത താളം സംഗൃതമുടത്തിരു സ്വർഗനകത്തെ തഞ്ചത്തെ സന്ധിര ഹൂറിനി സചിത്രമുത്തരു കഞ്ചത്തെ പിൻകതിരോനോവിൻ പഴങ്കതിരോന്നിന് മഞ്ചത്തെ പിന്തിടു മുടിവര സംഗതി കൊണ്ട് തഞ്ചത്തെ ഉണ്ണുന്നേ
മൂടി വണ്ടിരകത്ത് കറുപ്പ് വലുപ്പം മിന്നുന്നേ, മൂടഞ്ഞിട്ട കട്ടയിട്ടാൻ മിന്നുന്നേ, ആണാ പേടുമാടം പാടി വരെ സുൽത്താൻ കാമറിൽ വളവത്ത മീകരു സലാം വട്ടത്തൊളിവര വട്ടത്തിരുമുഖ തകതകരും തങ്കത്താതിങ്കീണ ദീതിം കൃത സംസരിതം കില താക്കത്തിമി താളം കൃത ജുംതും. ഒരു പാട്ട്. അങ്ങനെ ഈ അതിനുശേഷം താങ്കൾ ഈ ബാലമാഷെടുക്കെ തന്നെയാണോ അന്നുണ്ടായിരുന്നത്? എത്ര കാലം ബാലമാഷെടുക്കെ ഉണ്ടായിരുന്നു? ബാലമാഷെടുക്ക ഞാൻ ഇത് എനിക്ക് സംഗീതം പഠിക്കാൻ അവിടുന്ന് പഠിച്ചിട്ട് എനിക്ക് അതിൽ ഒരു സംഗതി കിട്ടിയില്ല. കിട്ടാതെ മാഷ കുറ്റമൊന്നുമല്ലേ, എൻ്റെ കുറ്റമാണ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വേദിയില്ല. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉമ്മാനെടുക്കാൻ പല കടി കിട്ടും. അപ്പം ആ സമയത്ത് വലിയ പറമ്പും നടുക്കൊരു വീടുമാണ്. അപ്പം ഞാൻ ഇവിടെ പിന്നെ ഏതെങ്കിലും വളപ്പിൽ അങ്ങ് മൂക്കലും മൂലെല്ലാം പോയിട്ട് പാടുന്നു. പാടുമ്പോൾ ഇടയിലേക്ക് കൂടി പോകുന്ന ആൾക്കാർ കല്ലുവാരി എറിയും. പാട്ട് പാടിയാൽ കല്ലുവാരി എറിയും. പാട്ട് പാടിയാൽ കല്ലുവാരി എറിയും. അതെല്ലാം പറയാം. എനിക്ക് നാട്ടുകാർക്ക് ഇതുവരെ ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ മക്കളെ ഞാൻ സംഗീതം പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ നീയോ ഇങ്ങനെയായി, നിന്റെ മക്കളെ എന്തിനാക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ എൻ്റെ കള്ളൂടിനായ പാട്ട് പാടുന്നില്ലേ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മക്കൾ ആരാക്കണോ ഞാൻ തീരുമാനിക്കും. ചിലപ്പോൾ ഓർഡർ പണിക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ ജില്ലാക്കാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യ പ്രധാനമന്ത്രി ആയിരിക്കും. അത് എൻ്റെ മക്കൾ ആരാക്കണോ ഞാൻ തീരുമാനിക്കും. നിങ്ങൾ നോക്കട്ടെ. മക്കളെയും സംഗീതം മോന് 7 വയസ്സ് സംഗീതം പഠിക്കാൻ തുടങ്ങി. 7 വയസ്സ് സംഗീതം പഠിച്ച് ഓന് കർണാടിക് മ്യൂസിക് ലോയർ മയറും പാസ്സായി. അതിനുശേഷം എന്നോട് ഒരു ബാബ എനിക്ക് ട്രിനിറ്റി പഠിക്കണം, മറ്റേ ലണ്ടൻ്റെ കോഴ്സ്, അത് പഠിച്ച്. പിന്നെ എനിക്കിപ്പം സ്വന്തമായിട്ടൊരു അക്കാഡമി ഉണ്ട്. ഈ യാഥാസ്ഥിക മുസ്ലിം കുടുംബങ്ങളിൽ ഇത് വലിയ പ്രശ്നം തന്നെയല്ലേ? കുടുംബക്കാരൊക്കെ അപ്പൊ എങ്ങനെയാ നിങ്ങളെ ഹാൻഡിൽ ചെയ്തിരുന്നത്? കുടുംബക്കാർക്കൊക്കെ നിങ്ങളോടുള്ള ഒരു ഇപ്പോഴങ്ങനെ ഒരു പ്രശ്നം. ആ കാലത്ത് എന്താ ഇപ്പം പാട്ടും പാടി ജീവിതം കളയാൻ അങ്ങനെ ഞാൻ പറഞ്ഞ ഇതാക്കിയത്. പാട്ട് പാടി ഞാനെൻ്റെ ജീവിതത്തിൽ ഞാനൊരു തമ്പാടത്തിലോ കണ്ടിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പാട്ട് പാടിയിട്ട് വലിയ ഉഷാറാണോ വലിയ ആളാണോ എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കും. ഇഷ്ടപ്പെട്ട മേഖലയിൽ നന്നായി നിൽക്കുക എന്നുള്ളതാണ് സംഗീതം. അത് നന്നായിട്ട് ആസ്വദിച്ചു. ബക്കർ, എങ്ങനെയാണ് എപ്പോഴാണ് ഈ എരഞ്ഞോളി മൂസയിലേക്കൊക്കെ താങ്കൾ എത്തുന്നത്? എങ്ങനെയാണ് മൂസക്കായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് വെച്ചാൽ മൂസക്ക ഒരു പറയുന്ന വിഷമമൊന്നുമില്ല. എന്താ വെച്ചാൽ മൂസക്ക എല്ലാവരോടും പറയുന്നത് മൂപ്പറ പുസ്തകത്തിൽ വരെ മൂപ്പറ ജീവിത കഥ എഴുതിയ. ഒരു കാലത്ത് മൂസക്ക കുറച്ച് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, ഒരു ഫുൾ പേജ്, ലഹരിക്കടിമപ്പെട്ട് കടപ്പുറത്ത് കിടന്നിറങ്ങിയ മൂസയെ പച്ചയായ ഒരു രീതിയിൽ ഞാൻ എൻ്റെ പത്രത്തിലൂടെ രാഷ്ട്രദീപികയിലൂടെ ഒരിക്കൽ ഒരു ഫുൾ പേജ് അദ്ദേഹത്തിന്റെ കൈവിട്ടുപോയ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ കൈവിട്ടുപോയ സമയത്ത് ഞാൻ മൂസക്കാൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ അന്നും ഡ്രൈവറാണ്, ഇന്നും ഡ്രൈവറാണ്. ഞാൻ വണ്ടി ഓട്ടി എനിക്കത് വലിയ അഭിമാനമാണ്. കാരണം അല്ലല്ല, ഞാൻ പണ്ട് ഞാൻ ഓട്ടോ ഡ്രൈവർ പണിയെടുത്തു, മണ്ണ് കൊണ്ടുപോകുന്ന പണിയെടുത്തു, പിന്നത്തെ പണികളെടുത്ത് ഇപ്പോഴും ടാക്സി ഓടിക്കും. എന്താ എനിക്ക് പണിൻ്റെ പറഞ്ഞ ഭയങ്കര അഭിമാനമാണ്. കാരണം എന്താ പറയാ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നതാണ്. അപ്പോൾ പണീൻ്റെ കാര്യത്തിൽ ഭയങ്കര അഭിമാനമാണ്. ടാക്സി ഓടിക്കുമ്പോഴും പാട്ട് പാടുന്നു, അതിലൂടെ ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. രണ്ട് വരുമാനം. മൂസക്കാൻ ആദ്യം കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? ഒരു പ്രൊഫഷണലിന്റെ വണ്ടി കയറി, നിങ്ങളുടെ ഓട്ടോറിക്ഷ. അപ്പോൾ ഓട്ടോ കയറിയുടെ വയ്യമ്മ ഓർക്കസ്ട്രയിലെ പോകുന്നു. വയ്യമ്മ ഓർക്കസ്ട്ര. ഞാൻ അപ്പോഴേ മൂസക്കായിട്ട് പരിചയപ്പെടുന്നത് ഭയങ്കര, കാരണം എനിക്ക് പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് തലശ്ശേരി ഫാത്തിമ ബുക്ക് സ്റ്റാളിൽ ഈ പാട്ടുകാരെല്ലാം പുസ്തകം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പുസ്തകം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ 5-10 ദിവസമല്ല. എന്നിട്ട് അവരെ ഫോട്ടോ മുറിച്ചിട്ട് നോട്ട് ബുക്കിൽ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് എപ്പോഴും നോക്കും. അതായത് ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു പാട്ടുകാരനാണെന്ന് വെച്ചാൽ പുഷ്പഗിരി പുഷ്പഗിരി. സലാംക്ക് അതിൻ്റെ ഈ ഫാത്തിമ ബുക്ക് സ്റ്റാളിൻ്റെ മുമ്പിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മണിക്കൂറോളം വെയിൽ കൊണ്ടിട്ട് സലാംഖാനെ നോക്കിയിട്ടു. ഇയാളല്ലേ റബ്ബോട് എടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ. ഈ പാട്ടെല്ലാം പാടിയ മനുഷ്യനെ അതത്ര. അപ്പോൾ അത് ഞാനിങ്ങനെ സലാംഖാൻ ഇങ്ങനെ നോക്കിയിട്ട് കുറേ സമയം വെയിലും കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഞാൻ മൂസക്ക് പിന്നെ വയ്യമ്മ, പിന്നെ അവിടുന്ന് വാലം മാഷ എടുക്കുക. വാലം മാഷാന്ന് എനിക്ക് ബക്കർ തോട്ടുമലിന് പേരിട്ട്. എൻ്റെ ശരിയായ പേര് അബൂബക്കർ. അതിൻ്റെ പിന്നെ ഒരു ഇതുണ്ട്. കാരണം ഞാനവിടെ പഠിക്കാൻ പകരം പിന്നെ മാഷ് എന്നോട് പറഞ്ഞു, എടാ അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൻ്റെ വാർഷികം ട്രംപോളിൽ വെച്ചിട്ട് തലശ്ശേരി. അപ്പം പിന്നെ എല്ലാവരും പേര് വെക്കണം നോട്ടീസെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാഷെ എൻ്റെ പേര് അബൂബക്കർ. അത് വേണ്ടടാ, ബക്കർ തോട്ടുമലാക്കാം. എൻ്റെ തോട്ടുമല്ല എൻ്റെ വീട്, ബക്കർ തോട്ടുമലാക്കാം.
അങ്ങനെ ബക്കർ തോട്ടുമ്പിലാക്കി. അപ്പം ഞാൻ ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു ഉമ്മാൻ്റെ പേര് മാറ്റി. അപ്പം ഉമ്മ അന്നേരം ഓല മടയുന്ന സമയമാണ്. ഉമ്മ പല എടുക്കിഞ്ച് വെട്ടി കയറാനുള്ളൂ, ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഞാൻ പറഞ്ഞു എന്താ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബക്കർ. ബക്കർ ഇവിടെ പാടില്ല. അപ്പം എനിക്കും എന്താ അറിയില്ല ബക്കർ എന്ന് പറയാൻ. ഞാനും വിചാരിച്ചു ക്രിസ്ത്യൻസിൻ്റെ പേരല്ല. അപ്പോൾ മാഷോടെ പറഞ്ഞു മാഷ എനിക്ക് ആ പേര് പറഞ്ഞു, ഉമ്മ വീട്ടിൽ കേട്ടില്ല പറഞ്ഞു. അതാണ് നല്ല പേരല്ലേ. ഞാൻ പറഞ്ഞു മാഷ അത് ബക്കർ ക്രിസ്ത്യൻസിൻ്റെ പേരല്ലേ. എല്ലാടാ പി എ ബക്കർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല. ഒരു ഡയറക്ടറുണ്ട് പി എ ബക്കർ എന്ന് പറയും. പി എ ബക്കർ പി അബൂബക്കർ എന്നാണ്. അപ്പം എനിക്ക് തോന്നി എന്നെ ഇവിടുന്ന് വിളിക്കുക ഔക്കുന്ന. അപ്പം ഞാൻ ഉമ്മാനോട് ഉമ്മ നിങ്ങളെല്ലാം വിളിക്കുന്നില്ല അബൂബക്കർന്ന് വിളിക്കുന്നത്. അതേപോലെ അബൂബക്കറിൻ്റെ അബു അട്ടാക്കിയിട്ട് ബക്കറാക്കിയാണ്. പക്ഷെ ഇന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഉമ്മൻചാർക്ക് വന്നിട്ട് ഇവിടെ ആരോട് ചോദിച്ചാലും അബൂബക്കറിൻ്റെ ഇവിടെ ആർക്കും അറിയില്ല. ബക്കർ തോട്ടുമല. എൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ 7 കൊല്ലം കഴിഞ്ഞിട്ട് കുവൈത്ത് യുദ്ധത്തിനിടയിൽ നാട്ടിൽ വന്നു. അപ്പം ഞാൻ തലശ്ശേരി പുതിയ സ്റ്റാൻഡിൽ ടാക്സി എടുക്കുന്നത്. അപ്പം എന്നെ ഒന്ന് കാണിച്ചിട്ട് മൂപ്പർ അവിടെ വന്നിട്ട് പിന്നെ ഡ്രൈവർമാരോട് ചോദിച്ചാൽ അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഒരു ഡ്രൈവറില്ലപ്പാ. ഞാൻ കുറേ സമയം എന്നെ കാത്തു. അവിടെ നിന്ന് തന്നെ വണ്ടി എടുക്കുമ്പോൾ മൂപ്പർക്ക് അറിയാം. എന്നിട്ട് തിരിച്ച് ബസ്സിൻ്റെ അടുക്ക് എത്തിയാൽ പറഞ്ഞ് ഞാൻ മൂപ്പർക്ക് ഓർമ്മ ഞാൻ പാട്ട് പാടാൻ പോകുന്നു. അപ്പോൾ വന്നിട്ട് അല്ലേ പാട്ടെല്ലാം പാടാൻ അത് അബൂബക്കർക്കല്ല അത് ബക്കർക്കല്ലേ. അപ്പം അതിൻ്റെ പേര് അങ്ങനെ ആയിപ്പോയി ബക്കർ തോട്ടുന്നല്ലേ. അതും ഞാൻ ഈ ഉമ്മൻചെറുക്കി ജനിച്ചതാ. ഉമ്മൻചെറുക്കില്ല. അപ്പം പാലത്തിൻ്റെ അപ്പുറമാണ് തോട്ടുമ്മൽ. പക്ഷേ ആ തോട്ടുമ്മലിൻ്റെ മാഷ എന്നിട്ട പേര് ആ ടൈറ്റിലായിട്ട് ഇപ്പം പേര് ഇപ്പം കൊണ്ടു നടക്കുന്നു. അങ്ങനെ ഈ മൂസയുടെ കൂടെ എരഞ്ഞോളി മൂസ നിങ്ങൾ ഓട്ടോറിക്ഷ അപ്പം ഞാൻ പിന്നെ അതിനിടയ്ക്ക് എനിക്ക് മാപ്പിളപ്പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വയ്യമ്മ ഓർക്കസ്ട്രയിൽ പോകുന്നു. അപ്പം ഞാൻ കാലിദിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ വയ്യമ്മ അന്നം കാലിദിക്കാന്ന് പറഞ്ഞാൽ ആ മഹാനായ മനുഷ്യനാണ്. എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കില്ല. കാരണം ഞാൻ പള്ളിയിൽ പോകുന്ന നിസ്കരിക്കൊന്നുമില്ലാതെ ഇതെല്ലാം പഠിക്കുകയും കുറേ. പക്ഷേ കാലിദിക്കാന്ന് തന്നെ ഇതെല്ലായിട്ട് ഒരു നല്ല നല്ല മനുഷ്യനായിട്ട് ഉണ്ടാക്കി. പിന്നെ അതുമാത്രമല്ല എൻ്റെ മാപ്പിളപ്പാട്ട് ഫസ്റ്റ് തന്നെ പാടിപ്പിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാനൊരു പാട്ട് പഠിച്ച് ഏതാണെന്ന് വെച്ചാൽ പോറിൻ കൂടെ പിടിച്ചോടിയും ചാടിയും പോകുന്ന പാത്തൂട്ടി. നമ്മളെ താജുദ്ദീൻ പടകറിൻ്റെ ഉപ്പുണ്ട് എംകുഞ്ഞ് മൂസക്കാൻ്റെ പാട്ടാണ്. പക്ഷേ കാലിലൊക്കെ കോഡ് പിടിച്ചപ്പോൾ ഞാൻ പല പിച്ചില്ല. അപ്പം കാലിലൊക്കെ എന്ത് അവിടെ എനിക്കറിയില്ല നീ പാടുന്നു. അങ്ങനെ കാലിലൊക്കെ നിർത്തി പാട്ട് പഠിപ്പിച്ചിട്ട് അങ്ങനെ മാപ്പിളപ്പാട്ട് തന്നെ പഠിപ്പിച്ച കാലത്ത് അങ്ങനെ ഞാൻ വയ്യമ്മേൽ പോകുമ്പോൾ അത് മൂസക്ക പറഞ്ഞാൽ നമുക്ക് വയ്യമ്മ ഓർക്കസ്ട്ര പോകണോ. ഞാൻ പറഞ്ഞു മൂസക്ക കീറി മൂസക്ക. അപ്പോൾ മൂസക്കല്ലേ എരിഞ്ഞോളിയല്ലേ കയറ്റി. അവൻ തുണിക്കൊന്നും ഒരു വലിയ കഥയൊന്നുമില്ല ഓപ്പർക്കാൻ തരാം കയറ്റി. ഞാനും പറഞ്ഞു ഞാനും വരും എനിക്കെന്താ അവിടെ. ഞാൻ പറഞ്ഞു ഞാൻ കാലത്ത് കാണുന്നത് പാട്ട് പഠിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പോയി ആ ബന്ധം ഞാനും മൂസക്കയായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധം. എങ്ങനെയായിരുന്നു പിന്നെ മൂപ്പറ കൂടെയുള്ള വേദികളിലേക്കുള്ള യാത്രകളും പാട്ടുകളും? പിന്നെ മൂപ്പർ ഇങ്ങനെ പരിപാടിക്കെല്ലാം പോകുമ്പോൾ എന്നെ കൂട്ടും. മൂപ്പറ കൂടെ പോകുമ്പോഴും നിങ്ങൾ ഏതാ പാട്ട് പാടാറ് സാധാരണ പൊതുവെ? എങ്ങനെ ഈ മൂസക്കാന്റെ കുറെ ഹിറ്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം പാടാറുണ്ടോ നിങ്ങൾ? എങ്ങനെ ഈ മൂസക്ക പാടുന്ന കുറെ ഹിറ്റ് പാട്ടുകൾ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ പാടാറ്? അല്ല മൂസക്കാന്റെ പാട്ടുകൾ ഞാൻ മൂസക്കാന്റെ വേദി പാടല്ല. ഇല്ല, മൂസക്കാന്റെ ഭയങ്കര പാടില്ല. ആകാശഭൂമി കതിപതിയായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അതെന്നാ പാട്ട് മൂസക്കാരുടെ ഒരു വേദിയിൽ നമുക്ക് പരിപാടിക്ക് പോകുമ്പോഴേ നമുക്ക് നമ്മളെ ആർട്ടിസ്റ്റൊക്കെ മൊത്തം ഒരു ഭയങ്കര ഹാപ്പിയാണ്. കാരണം അങ്ങനെ മൂസക്ക മറ്റുള്ള പാട്ടിന് മൈക്ക് വിടാണ്ട് നിൽക്കില്ല. മൂസക്ക കയറും രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റൗണ്ട് പാടിക്കഴിഞ്ഞാൽ മൂസക്ക പാടും. എപ്പോഴെങ്കിലും അയാൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ബക്കർ? ലോകത്തിന്റെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയതായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇപ്പം അങ്ങനെ പിന്നെ അംഗീകാരം, അതായത് മാപ്പിളപ്പാട്ട് രംഗത്ത് ആരെയും ഉപമിക്കാൻ പറ്റാത്ത ഒരു പാട്ടുകാരനാണ് മൂസക്ക. ശബ്ദം കൊണ്ടും എളിമത്തം കൊണ്ടും വലുതും ചെറുതുമില്ല. മൂപ്പരെ കൂടെ പോയിട്ട് എത്ര വലിയ കോടീശ്വരന്മാരുടെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു എല്ലാം. എന്നാലും കോടീശ്വരന്മാരൊക്കെ പോയാലും അന്ന ഒരു ഡ്രൈവറായിട്ടോ അന്നെ മാറ്റി നിർത്തുന്നില്ല. ഇതെൻ്റെ കൂട്ടുകാരനാന്ന്, നല്ലൊരു മാപ്പിളപ്പാട്ടുകാരനാന്ന്, പിന്നെ ഗിറ്റാർ വയ്ക്കും, ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് എല്ലാം എത്ര വലിയ പടക്കാരനായി കഴിഞ്ഞാൽ പാവപ്പെട്ട മൂസക്ക അങ്ങനെയാണ്. എല്ലാവരോടും ഒരേപോലെയാണ്. അതാണ് ആയ മനുഷ്യൻ്റെ. അപ്പോൾ അതിനെപ്പറ്റി ഉപമിക്കാൻ ഒരാളെ കൊണ്ടാണ്. ഏതൊക്കെ വേദികളിലാണ്, വിദേശത്ത് ഏതൊക്കെ വേദികളിൽ പോയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത് കണ്ണൂർ സലീമിലൂടെയാണ്. നമ്മളെ കണ്ണൂർ സലീമും ഈ പറഞ്ഞ മാതിരി ഞാനും അവനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമാണ്. കാരണം എൻ്റെ കന്നഡ അവനക്ക് ഷൂട്ടാണ്, കാഴ്ച പോലും. പിന്നെ ചിലപ്പം പരിപാടിക്ക് കണ്ണടത്തിൻ്റെ കുൽമാക്കും, നമ്മൾ കുൽമാനാക്കാനുള്ള എൻ്റെ കണ്ണട വെച്ച് മാറും. അങ്ങനെ വലിയ ബന്ധം നമ്മൾ.
പിന്നെ അവനാന്ന് തന്നെ പിന്നെ കുറേ ആദ്യമായിട്ട് കേസറ്റിൽ പഠിപ്പിക്കണം. അവൻ്റെ കേസറ്റിൽ ഒനാരെ കൊണ്ട് പഠിപ്പിക്കണം. എല്ലാം പണ്ടിൽ ഇറങ്ങുന്ന ഈ കുട്ടികൾ വലുതാകുന്ന മുമ്പേ എല്ലാ കേസറ്റിലും കോറസ് പാടാനാണ്. അവന് കോറസ് ഉണ്ടാവും പാട്ടിൽ. പിന്നെ അത് മാത്രമല്ല ഒരു 3-4 കേസറ്റിൽ എന്നെ കൊണ്ട് സോളോ ഓരോ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സലീം. പിന്നെ ആദ്യമായിട്ട് ഗൾഫ് കൊണ്ടുവന്ന് ബഹ്റൈനിൽ, ഖത്തറിലും സലീമ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മൂസക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. അല്ല, അന്നേരം മൂസക്കാരുടെ പോക്കുണ്ട്. സലീമ ആദ്യമായിട്ടാണ് ഗൾഫ് പരിപാടി. ബക്കർ, എങ്ങനെയാണ് ഈ കണ്ണൂർ സലീമായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയുണ്ട്? അതൊക്കെ അകാലത്തിൽ പൊലിഞ്ഞു പോയ കലാകാരനാണ്. അപകടത്തിലല്ലേ സലീം മരണപ്പെടുന്നത്? എന്താണ് സലീമിൻ്റെയൊക്കെ ഇവരൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തു, വിജയിച്ചു എന്ന് പറയാൻ പറ്റും? അല്ല, ജീവിതം സലീം എന്ന് വെച്ചാൽ സലീം അങ്ങനെ ജീവിച്ചൊരു സലീമാണ്. എങ്ങനെയാണ്? അതായത് മക്കളെല്ലാം എന്ന് വെച്ചാൽ പോയിട്ട് ഞാൻ ഏകദേശം പിന്നെ സലീമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സലീമിൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് സലീമിൻ്റെ വീട്ടിലിരിക്കും, വൈകുന്നേരം കൊണ്ടിരുത്താം. അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾ. പക്ഷെ പ്രോഗ്രാമെല്ലാം പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം നല്ലോണം എന്താ വേണ്ടുന്നില്ല കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ 2 പെൺകുട്ടികളല്ല, 4 കുട്ടികൾ, 2 ആണും 2 പെണ്ണും. 4 നല്ല കലാകാരന്മാരാണ്. നല്ല കലാകാരന്മാരെന്ന് വെച്ചാൽ നല്ല മക്കളുമാണ്. പിന്നെന്ന് വെച്ചാൽ അതായത് സലീം ഇല്ല സമയത്ത് തന്നെ ഈ കുട്ടികൾ നല്ലോണം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും ഇന്ന് വലിയ ലെവലിൽ ജീവിക്കാൻ കഴിയുന്നത്. ആ മൂത്ത മോന് നല്ലൊരു കീബോർഡിസ്റ്റാണ്. അത് നല്ലൊരു കുട്ടിയാണ്. പിന്നെ 2 പെൺകുട്ടികളും, പിന്നെ ഇളയ മോനും നല്ലൊരു സിംഗറാണ്. മൂത്ത മോൻ നന്നായിട്ട് പാടും. അങ്ങനെ പിന്നെ സലീം ഞാനായിട്ട് ഒരു ദിവസം OV റോഡിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. OV റോഡിൽ നിന്ന് പരിചയപ്പെട്ട് പിന്നെ സലീമാരെ വീട്ടിൽ പാടാറ് എപ്പോൾ എടാപാടാതെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിങ്ങളെ ഈ ഫാഷൻ ഷോയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് ഒരു മുസ്ലിം ഒരാൾക്ക്, അതും ഉമ്മഞ്ചിറ പോലുള്ള ഗ്രാമത്തിലുള്ള മൂസയ്ക്ക് സലീമെല്ലാം മരണപ്പെട്ടതിനാണ് ഫാഷൻ ഷോ ഇതായിരുന്നു. ഫാഷൻ ഷോ നേരത്തെ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു കൊല്ലം 1.5 കൊല്ലമായില്ലോ ഫാഷൻ ഷോ. എവിടെയൊക്കെ ഫാഷൻ ഷോയിൽ ഇപ്പോൾ പങ്കെടുത്തു? ഫസ്റ്റ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയാണ്. കോഴിക്കോട് മേയറും എല്ലാം കൂടി. അത് പിന്നെ ഒരു 8 ദിവസം നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. രാവിലെ അതിനോടൊന്ന് പോവും, പിന്നെ പ്രാക്ടീസ് ചെയ്യും. അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ടീച്ചേഴ്സെല്ലാം ഉള്ളത് ഇവിടെ. അത് നമ്മളത് വിചാരിച്ചത് എങ്ങനെ, നമ്മൾ പ്രായമില്ല മനുഷ്യന്മാരല്ലേ, നമ്മൾ ചെറുപ്പക്കാരെ ഫാഷൻ ഷോ എല്ലാണല്ലേ, ഫാഷൻ പരേഡുകളുടെ. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ ഒരു 10 അതെങ്ങനെ ആരാ ആ വഴിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു ദേവദാസ് എന്ന് പറയുന്ന ഒരു സിനിമക്കെല്ലാം ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്, കോഴിക്കോട്. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് ഒരു ആഡ് ചെയ്യാൻ പോയത്. ഞാൻ ആഡ് ചെയ്യുള്ളൂ, പരസ്യം ചെയ്യുള്ളൂ. അപ്പോൾ ഒരു മറ്റേ സ്വിച്ച് ബോർഡിൻ്റെ ഒരു പരസ്യത്തിന് ഞാൻ തൃശ്ശൂരാണ്, തിരൂര് പോയപ്പോഴാണ് ആ വീട്ടിൽ വെച്ച് അത് ദേവാടിനെ പരിചയപ്പെടുന്നു. അപ്പം ദേവാടൻ പറഞ്ഞ മക്കൾക്ക് ഇങ്ങനെ ഒരു ഷോ കൊണ്ട് വരണം. നമ്മൾ നമുക്കെന്താ നമ്മൾ പണിയില്ല. അങ്ങനെ പോയി. പിന്നെ അപ്പോൾ ഇത് നടത്തും ഇതെല്ലാം ടീച്ചേഴ്സ് കാണിച്ചു തന്നു. അപ്പോൾ 8 ദിവസം നമ്മൾ സ്ഥിരമായിട്ട് പോയി. പിന്നെ 9ാമത്തെ ദിവസം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ആ പരിപാടി കുറഞ്ഞ സമയം നമ്മൾ ഒരു 1 മണിക്കൂർ 1/2 മണിക്കൂറായിട്ട് ഉണ്ടാവും. അതാണെങ്കിൽ ഭയങ്കര വിജയം എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു അന്നത്തെ കോലം? കോലം ഞാനൊരു തൊപ്പിയെല്ലാം ഇട്ട് ഒരു കറുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനത്തെ കോലാണ് അത്. പിന്നെ ക്ലിക്കായി മൊത്തം നമ്മളെല്ലാവരും ക്ലിക്കായി. എത്ര പേര് പങ്കെടുത്തു? 10-15 പേരുണ്ടായിരുന്നു. അധികം കോഴിക്കോടുള്ള ആൾക്കാർ. നമ്മൾ അതിനുശേഷം പിന്നെ എവിടെയാണ്? കണ്ണൂരിൽ നിന്ന് ഞാനും കണ്ണൂർ ജില്ലയിൽ ഒരു അനിൽ എന്ന് പറഞ്ഞത്, അയാൾ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. പിന്നെ ഈ കോഴിക്കോടിന് കുറെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, വാരിദാശ്രേഷ്ഠൻ, പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ. അത് കൂടാതെ പിന്നെ എവിടെയാ? തിരുവനന്തപുരത്ത്. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് തന്നെ വേറെ ഒരു പിന്നെ ബ്ലൂ ലൈറ്റ് മാള് അവിടെ നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ചാനലിന് പത്രത്തിലെല്ലാം വന്നിരുന്നു. ആദ്യമായിട്ടാ പോലും ഈ ഇങ്ങനെ പ്രായമുള്ള ഒരു ഫാഷൻ പരേഡ് വരുന്നു. അങ്ങനെ പിന്നെ കോഴിക്കോട് ഇവിടെ തിരുവനന്തപുരം ലുലു മാളിൽ വെച്ചിട്ട് അവര് വിളിച്ച്, അത് വാരിദാശ്രേഷ്ഠൻ, വാരിദാശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ ഒരാൾ വലിയ മുടിയാന്ന് കിട്ടിയില്ല, മൂപ്പരെ വിളിക്കുന്നു. അങ്ങനെ വാരിദാശ്രേഷ്ഠൻ പറഞ്ഞ് നമുക്ക് പോയിക്കൂടെ പറഞ്ഞു. പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നത് വലിയ ചാൻസല്ലേ. നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിന് കയറി അവിടെ പിന്നെ തിരുവനന്തപുരത്തെ അപ്പം ലുലുവിൻ്റെ വണ്ടി വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് റൂമിൽ ഫ്രഷല്ലായി നമ്മളവിടെ പോകുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് 6 ദിവസത്തെ പരിപാടിയാണ് ലുലു മാളിലെ പിന്നെ ഈ പ്രോഗ്രാമിൽ. 6 ദിവസത്തെ പരിപാടിയിൽ പിന്നെ 5ാമത്തെ ദിവസമാണ് നമ്മളത്. അപ്പോൾ നമ്മളവിടെ പോയി ഇത് കാണാൻ പോകുമ്പോൾ പിന്നെ എല്ലാം നല്ല ഗടാഗട്ടിയും പിള്ളേന്മാർ, അതായത് എല്ലാം ഒരേ ലെവലിൽ ആണും പെണ്ണുമല്ലോ. അതും കൽക്കത്തയിൽ നിന്നും ബോംബെയിൽ നിന്നെല്ലാം വന്നതാണ്. അപ്പോൾ ആ കോച്ച് ചെയ്യുന്നവർ പിന്നെ ഇന്ത്യക്കാരനാണ്. അത് നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞ്
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയുമ്പോൾ നോക്കാം. അപ്പം പിന്നെ നോക്കിയിട്ട് നടക്കണം. നമ്മൾ വയസ്സായ ആൾക്കാരല്ലേ, നോക്കി നടക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അത്ര കളിച്ചാൽ ചെയ്താൽ മതി. ഇത് അമിതാഭ് ബച്ചൻ്റെയും കിഷോറിൻ്റെ പാട്ടെല്ലാം വെച്ചിട്ട് കുറച്ച് സമയങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറയാം പണി കയറും. അപ്പോൾ അന്ന് ഒരു ദിവസം ഫുള്ള് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യായിരുന്നു. ലുലു മാളിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ പിറ്റേന്ന് നമ്മളെ പരിപാടിയാണെങ്കിൽ ഈ മറ്റുള്ള പരിപാടിനെ എല്ലാം താത്തിക്കളഞ്ഞു. നമ്മൾ ഈ 10 മിനിറ്റ് നമ്മൾ ഒരു ചെറിയ ഷോ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു മലയാളിക്കാരൊരു കോച്ച് തന്നെ അതുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണേ, അതിന് മൂന്ന് താഴെ കൊണ്ടു നമ്മൾ ഈ 10 അതിൽ തിരുവനന്തപുരത്ത് 2-3 ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്തുനിന്നും മറ്റേ കോഴിക്കോട് കൊടുവള്ളിയിലെ ആളുകളുണ്ട്. അതിനൊക്കെ നല്ല പേയ്മെന്റ് കിട്ടിയിരുന്നു അന്ന്. പേയ്മെന്റ് എല്ലായിടത്തും വരുമാനം, നല്ല ജീവിക്കാനുള്ള വരുമാനം ഈ രംഗത്ത് നല്ല കിട്ടും. ഹാപ്പിയാണ് നിങ്ങൾ. ഒരു കലാകാരനായി പോയതിൽ സങ്കടമില്ല. കലാകാരനായാലും അങ്ങേയറ്റം സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ആര് എതിർത്താലും ശരി, എനിക്ക് കഴിയുന്ന കാലം വരെ ഞാൻ കലാഫീൽഡുണ്ടാവും. പക്ഷെ പരിപാടി ഇപ്പം കുറവാണ്. എന്നാലും എൻ്റെ ഇപ്പോഴത്തെ എന്താ വിധത്തിൽ ഇവിടെ 4 മണി കഴിഞ്ഞാൽ ഒരു ട്രോളി ഉണ്ട്, അതൊരു ട്രാക്ക് ചെയ്ത് പോകണം ഒരു 6 മണി വരെ. അതായത് പിന്നെ അതിനുള്ള ആവേശമുണ്ടല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും വലിയത് എനിക്ക് അങ്ങനത്തെ ഒരു 2 മക്കളെ കിട്ടിയിരുന്നു. മക്കളും ഗാനരംഗത്ത് തന്നെ. മോന് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, അക്കാഡമി നടത്തുന്നുണ്ട്. ഓന് പിന്നെ സംഗീതം നല്ലോണം പഠിച്ചാണ്. അവൻ 2 കോഴ്സ് പഠിച്ച്, കാരണം കർണാടിക് മ്യൂസിക് പഠിച്ച്, പിന്നെ കുറച്ച് ഹിന്ദുസ്ഥാനിയും പഠിച്ച്. പിന്നെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്, മ്യൂസിക് ഉപകരണം വെക്കുന്ന ഷോപ്പുണ്ട്. അൽഹംദുലില്ലാ, അതന്നെ ഏറ്റവും വലിയ. അവിടെ പോയിരിക്കലുണ്ട് നിങ്ങൾ പോയിരിക്കലുണ്ടോ അവിടെ? ഇരിക്കും. മോനെ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ മകൻ കല്യാണം കഴിച്ച ബാംഗ്ലൂരാണ്. അവനവിടെ പോകുമ്പോൾ ഞാൻ അവിടെ കുറച്ച് സമയം. ഈ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകളിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറുള്ള പാട്ടുകൾ ഏതാ? നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പാടുന്ന വേറെ ഏത് പാട്ടാണ് ഇപ്പൊ പറഞ്ഞതിൽ കൂടുതൽ? ഞാൻ എവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് സംഗീതമായിരുന്നു. അതല്ല, ദുബൈ സലീമിന്റെ കൂടെ ഫസ്റ്റ് പോയ സമയത്ത് പിന്നെ എൻ്റെ ഒരു പാട്ടിലായിരുന്നു, കൈവിൽ 10 വിരലിലും മൈലാഞ്ചി, ഇന്ന് തോഴികളണീക്കും മൈലാഞ്ചി, ആശകൾ നിറഞ്ഞൊരു മൈലാഞ്ചി, നല്ല ആനന്ദം തുളുമ്പുന്ന മൈലാഞ്ചി. ആ പാട്ടും ഞാൻ ഗൾഫിലും സലീമിനോട് പോയിട്ട് ആ പാട്ടുള്ള ആദ്യം പാടിയത്. എത്ര പാട്ടുകൾ മൊത്തം ഉണ്ട് കയ്യില് വേദികളിൽ? എന്റെ സ്വന്തം പാട്ട് ഇപ്പം യൂട്യൂബിൽ 10-65 പാട്ട്. സ്വന്തം പാട്ട്, സ്വന്തം എഴുതി പാടി? സ്വന്തം എഴുതിയതല്ല, പാടിയ പാട്ട്. ഞാൻ എഴുതിയ എൻ്റെ പാട്ടുകൾ അധികവും PT അത്രമേനിക്ക വടകര മരണപ്പെട്ടത്. പിന്നെ ബാപ്പുള്ളി ഓർമ്മ. പിന്നെ നമ്മുടെ ഉസ്മാബി വടക്കും പാടും. ഉസ്മാബി വടക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഇവരെ പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടി. പിന്നെ പ്രേം സൂറത്തിന്റെ 1-2 പാട്ടാണ്. ഇപ്പൊ എത്ര വേദികൾ എഴുതി വെച്ചിട്ടില്ല, എത്ര വേദികൾ പാടി എഴുതി വെച്ചിട്ടില്ല, ആയിരങ്ങൾ ഇങ്ങനെ കടന്നു പോകും. പിന്നെ എന്നെ പാട്ട് പാടാൻ മാത്രമല്ല, ഞാൻ ഗിറ്റാർ വായിക്കാനും അനവധി സ്റ്റേജുകളിൽ പോയി. ഗിറ്റാർ വായിക്കാം, പാട്ട് പാടും, ഗിറ്റാർ വായിക്കും, പിന്നെ വേറൊന്നുമില്ല. ഈ 2 കാര്യം. ഡ്രൈവിംഗ് പണിയെടുക്കും. ജീവിതത്തിൽ ജീവിത പങ്കാളി ആരാണ്? ഭാര്യ എവിടെയുള്ള ആളാണ്? ഈ പാട്ടുകാരൻ എങ്ങനെ പെണ്ണ് കിട്ടിയായിരുന്നോ? അല്ല, ആ സമയത്തും അവിടുന്ന് ഒരു ഭാഗ്യം കേട്ടു. കാരണം ഞാനന്നേരം ഓട്ടോ ഡ്രൈവറാണ് കല്യാണം കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചു, എന്താ ടെക്നിക്ക് എന്താ പണിയത്? ഓട്ടോ ഡ്രൈവറാ. അപ്പം അങ്ങനെ ഉണ്ടല്ലോ ഓട്ടോ ഡ്രൈവർമാരെ. അല്ല, മൂപ്പർ പാടാൻ പാടുമോ? അയ്യേ, എന്നാ എടുക്കല്ലേ നീരാവ്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ഭാര്യനോട് തന്നെ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ബന്ധത്തിൻ്റെ ആൾക്കാരെന്നെ പറഞ്ഞു, ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പെങ്ങളുടെ വീട് അപ്പുറമാണ്, അവിടെ നിന്ന് ഒരു പരിപാടി വെച്ചാൽ നോക്കിയിട്ട് കണ്ട പെണ്ണുങ്ങളൊപ്പം നിന്ന് പാടുന്നു. നീ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, ആ പാട്ട് പാടിയിട്ട് കൊണ്ടുവരുന്നതിനെ കൊണ്ട് നമ്മൾ വർഷമായിട്ട്. മോൻ്റെ പേര് സിറാജിത്ത്. പാട് മാത്രമല്ല, മോന് പാടൽ കുറവാണ്. പക്ഷെ മോന് പിയാനോ, കീബോർഡ്, ഗിറ്റാർ ഇതെല്ലാം പഠിപ്പിക്കുന്നു. മകള് പിന്നെ ദുബൈയിലല്ലേ. എന്താ മോളെ പേര്? ഹഫീദ. കല്യാണം കഴിഞ്ഞോ? എന്താ ഹസ്ബൻഡിന്റെ പേര്? അവൾക്ക് 3 കുട്ടികൾ. ഹസ്ബൻഡിന്റെ പേരെന്താ? മുനീർ. പേരക്കുട്ടികൾ മൊത്തം എത്ര പേരുണ്ട്? 2 പേർക്ക് 4 പേരക്കുട്ടികളുണ്ട്. മോൾക്ക് 3 പെൺകുട്ടികൾ. സന്തോഷമാണ് അല്ലേ? ജീവിതം വെരി ഹാപ്പിയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? മൂസഖാന്റെ കൂടെയും കണ്ണൂർ സലീമിന്റെ കൂടെയും YMA ഖാലിദിന്റെ കൂടെയൊക്കെ ജീവിച്ച് സംഗീതം അങ്ങ് ഹൃദയത്തിൽ അങ്ങ് ആവാഹിച്ച് ഈ എതിർപ്പുകളെയും ഉമ്മ മുളക് വാരി തിരിച്ചിട്ടും ഉപ്പ അടിച്ചിട്ടും നാട്ടുകാർ കലമ്പിയിട്ടും കല്ലെടുത്ത് എറിഞ്ഞിട്ടും സംഗീത ലോകത്ത് തന്നെ താങ്കൾ പിടിച്ചു നിന്നു എന്ന് പറയുന്നു പ്രേക്ഷകരോട്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ എന്ത് പ്രതിസന്ധി മുമ്പിൽ പലതും ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും.
അല്ലേ? നമ്മൾ എന്താ തീരുമാനിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷെ എന്നാൽ നമ്മൾ നല്ലതായിട്ട് തന്നെ ജീവിക്കണം. പക്ഷെ പുതുതായിട്ട് കലാഫീൽഡിൽ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ പാട്ടായിട്ട് മാത്രം ജീവിച്ചാൽ പറ്റില്ല. എന്തായാലും ഒരു തൊഴിൽ കാണണം. പറയാൻ കാരണം മൂസക്കാനെ കൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, മൂസക്ക നല്ല വെള്ളമടിക്കുന്ന സമയത്താണ് ഞാൻ AR പാസ്സാണ്. 80 മുതലേ പാടുന്നുണ്ട്. സോറി 85 മുതൽ ഓൾ ഇന്ത്യ റേഡിയോ. അത് പയ്യമ്മേ കാലത്തൊക്കെയാണ് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലും പിന്നെ ഓഡിഷൻ എത്തിയതും. 85 മുതൽ പിന്നെ കോഴിക്കോട് AR പാടുന്നത്. അപ്പം ഞാൻ പിന്നെ ഓഡിഷൻ ഇരുന്ന് പിന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ എൻ്റെ ഭാര്യ ഇവിടെ വന്ന അന്നാന്ന് അതിൻ്റെ ആകാശവാണിയിലേക്ക് അന്ന് ഞാൻ അവിടെ ഓഡിഷനിൽ പാടിയ ഒരു പാട്ട് ഇതാണ് മൂസക്കാൻ്റെ മക്കത്തോതിത്തോളിവേ റസൂലുള്ള ആദിയോൻ കൺമണിയെ, ആ പാട്ട്. അപ്പം ഡയറക്ടർ പറഞ്ഞു ഒരു പാട്ടും കൂടി പാടണം. ഞാൻ ഒറ്റ പാട്ട് പാടണം. അപ്പം കുഞ്ഞു മൂസക്കാൻ്റെ താജ്യത്തിൻ്റെ ഉപ്പാൻ്റെ ഒരു പാട്ട് നിസ്കാരപ്പായ പോതിർന്ന് പൊടിഞ്ഞുവല്ലോ നിവരാതെ കുമ്പിട്ടൻ കണ്ണ് നനഞ്ഞുവല്ലോ, ആ ഒരു പാട്ട് പാടി. അപ്പോൾ ഓക്കെ പറഞ്ഞ അവിടെ പിന്നെ അന്ന് 29 ആളെ ഓഡിഷൻ ചെയ്തത്. അപ്പം ഞാൻ ഓർക്കസ്ട്രയൊക്കെ ആയിരുന്നു. മറ്റേ ഓർക്കസ്ട്രയിൽ തമ്പൂരുണ്ട്, മറ്റേ നമ്മളെ കണ്ണൂർ ഷാഫി എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട്. അയാൾ പിന്നെ തമ്പുരുമായിരുന്നു. നമ്മൾ 29 ആള് നമ്മൾ 2 ആൾ മാത്രം പാസ്സായിട്ട്. അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ ഹാപ്പിയാണ്. അപ്പൊ ഞാൻ മൂസക്കാനോട് പറഞ്ഞു, മൂസക്കാൻ ഞാൻ AR പാസ്സായി. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ കൊടുത്താണല്ലോ. അപ്പൊ മൂസക്ക പറഞ്ഞു എടാ ഇനി ഓട്ടോറിക്ഷ എന്നുള്ള ശരിയില്ലടാ. അപ്പം ഞാൻ സകത്ത് അതിനെ കണക്കാക്കി കഴിഞ്ഞില്ല. അപ്പൊ മൂസക്കാരനെ വെള്ളം അടിക്കാൻ പോയതാ. ഒരു തിരിച്ചു വരുമ്പോൾ ഞാൻ വയ്യമ്മ ഓർക്കസ്ട്രേഷൻ്റെ തായാലിങ്ങനെ ഇരിക്കുന്നു, എന്താ കുരങ്ങിയിരിക്കുന്നതായിരിക്കുന്നു. അതുകൊണ്ട് മൂസക്കാരുടെ പണി ഒഴിവാക്കല്ല, അതുപോലെ അടിച്ചിന്റെ കാലിയാൻ മുറിച്ച് കളി പണിയാറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. പണി മുമ്പിൽ വെക്കുക, പാട്ട് ബാക്കിൽ വെക്കുക, സംഗീതം കല ബാക്കിൽ, പണി മുമ്പിൽ. മൂസക്കാന്റെ ഉപദേശം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുതിയ പാട്ടുകാരോടും പറയുന്നത്. പിന്നെ പാട്ട് ബാക്കില്, പണി മുമ്പിൽ. അല്ലാതെ ജീവിതം തട്ടിപ്പോവും, ചിലപ്പോ കുടുങ്ങി പോവും. പിന്നെ നീ മുഹമ്മദ് റാഫിയോ യേശുദാസാവണം, അങ്ങനെ ആവണം ഞാൻ അപ്പൊ അതൊരു ഉപദേശം കൊണ്ട് ഞാൻ പണി വിട്ടിട്ടേ ഇല്ല. വളരെ രസകരമാണ് ഈ സക്സസ് സ്റ്റോറി. കാരണം ഈ എരഞ്ഞോളി മൂസ എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ, ആ ഹൃദയത്തിൽ അങ്ങ് വേരൂന്നിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട്, കെട്ടുകൾ 3 കെട്ടി, അല്ലെ? ഒരു 4 വരി പാടാവോ? അറിയോ? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയും ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. അത് നമ്മൾ അവസാനം അത് പാടുന്നത് അദ്ദേഹത്തിന്റെ ആ മരണത്തെ കുറിച്ചുള്ള ആ പാട്ടാണ്. അതിനകത്ത് പിന്നെ പറയുന്നുണ്ട്, മാറുകൾ കുലുക്കി നടക്കും പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യർക്കെല്ലാം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂങ്കാവനത്തിലെ പൂക്കളെ വർണ്ണിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തെക്കുറിച്ച് പാടുന്ന മൂസക്ക, മരണത്തെ ഓർമ്മിപ്പിക്കുന്ന മൂസക്ക, പുണ്യ പ്രവാചകന്മാരെ കോർത്തിണക്കി പാടുന്ന മൂസക്ക, അദ്ദേഹത്തോടൊപ്പം 4 പതിറ്റാണ്ട് പാടിയ ബക്കർ. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗായകനായിരുന്നു. അദ്ദേഹം മണ്ണ് ചുമന്നിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, ടാക്സി ഓടിക്കുന്നു. ഞാൻ ദൂരദർശനിൽ പാടിയിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചു, ഫാഷൻ ഷോയിൽ പോയി. അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലൂടെയും സഞ്ചരിച്ച ബക്കറിൻ്റെ ജീവിതം പ്രേക്ഷകർ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ വൃത്തിയോടെ ചെയ്യുക. അതിന് എതിർപ്പുകളൊന്നും ഒരു വിഷയമല്ല. കല്ലേറ് കൊണ്ടിട്ടുണ്ട്, മുളക് തേച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് അടിച്ചിട്ടുണ്ട്, നാട്ടുകാർ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ബക്കർ പാടിക്കൊണ്ടേയിരുന്നു, ഇന്നും പാടുന്നു. വേദിയില്ലെങ്കിൽ വീട്ടുമുറ്റത്തിരുന്ന് ബക്കർ പാടുന്നു. അതാണ് സംഗീതം, അതാണ് സംഗീതത്തെ ഹൃദയത്തിലെത്തുന്ന മനുഷ്യരുടെ ചിത്രം. പ്രേക്ഷകരെ, ഇത്രയും ഈ മനുഷ്യൻ്റെ ജീവിതം നമുക്കൊരു പാഠമാകട്ടെ, ഒരു പാഠപുസ്തകമാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിലപ്പെട്ട സമയം സക്സസ് സ്റ്റോറിക്ക് അനുവദിച്ച ബക്കറിനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.